ശോഭാ സുരേന്ദ്രന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ BJP ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. അവിടെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും എല്ലാ തരത്തിലും മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഈ വലിയൊരു വോട്ട് ഡിഫറൻസ് കുറയ്ക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വോട്ടുകൾ മറിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വോട്ട് സമാഹരിക്കുന്ന ഒരു യന്ത്രമായി BJP ഉപയോഗിക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശോഭാ സുരേന്ദ്രനെ പറയാം. എല്ലാ മണ്ഡലങ്ങളും വിജയ സാധ്യതയില്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടു നിർത്തുന്നു. ഈ പറഞ്ഞ വോട്ട് ഷെയർ ഗണ്യമായി തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവരെ മാറ്റുന്നു. അവിടെ BJPക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവിടെ നിന്ന് അവരെ മാറ്റുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെയല്ലേ ഇപ്പോഴും കായംകുളത്ത് സംഭവിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഇതിലൊരു കാര്യം വായിച്ചെടുക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ അവിടെ കായംകുളത്ത് ആരാ മത്സരിക്കാൻ പോകുന്ന? തുഷാർ വെള്ളാപ്പള്ളി. അതെ, അത് BDJSന്റെ സീറ്റാണ്. തുഷാർ വെള്ളാപ്പള്ളി എവിടെ മത്സരിക്കുന്നില്ല എന്നാണ് ഇന്നലെ കേട്ടത്. ഇന്നലെ നമ്മൾ കേട്ട വാർത്ത സാധ്യത പട്ടികയിൽ പാലക്കാടാണ് ശോഭ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭയെ അവിടെ ജയസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് തുഷാർ അവിടെ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ്. തുഷാർ ഇവർക്കൊപ്പം നിൽക്കുന്നതാണ്.